ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമാകുന്നു. ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിച്ചു. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. വെള്ളിയാഴ്ചയാണ് തെഹ്റാൻ നഗരത്തിലും സമീപ മേഖലകളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയത്. 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. തെഹ്റാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രണ്ടാമത്തെ ആക്രമണത്തിൽ ഇറാൻ്റെ 3 ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. കെർമൻഷാ പ്രവിശ്യയിലെ സൈനിക താവളവും ഇസ്രായേൽ ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുണ്ട്. അതിനിടെ ഇറാന് ശക്തമായ മുന്നറിയിപ്പും ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് കൂടുതൽ മിസൈൽ ആക്രമണം നടത്തിയാൽ തെഹ്റാനെ ചാമ്പലാക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ ഭീഷണി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയാണ് മുന്നറിയിപ്പുമായി എത്തിയത്. അടിക്ക് തിരിച്ചടി നൽകി ഇറാന് മുന്നോട്ട് പോകുന്നു. മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കരുതെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെ ഏത് രാജ്യം പിന്തുണച്ചാലും ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയത്. US, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കാണ് ഇറാൻ്റെ താക്കീത്. ഇസ്രായേലിനെ സഹായിച്ചാൽ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പ്രാദേശിക സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ്റെ ഭീഷണി. ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ തകർക്കാൻ US സഹായിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് ഇറാൻ മുന്നറിയിപ്പുമായി എത്തിയത്. നേരത്തെ ഇസ്രായേൽ തലസ്ഥാനമായ ടെലവിവിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ തെഹ്റാനെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി കഴിഞ്ഞ ദിവസം 100ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചിരുന്നു. ഇറാനിൽ 100ലേറെ സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാൻ ടെലവിവിൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടെന്ന് നിരവധി പേർക്ക് പരിക്കേറ്റതായും CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ്. ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ ആക്രമണം തുടരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ ഇസ്രായേൽ സർക്കാർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. മിസൈൽ ആക്രമണത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റതായാണ് ഇസ്രായേൽ ഔദ്യോഗികമായി അറിയിച്ചത്. ടെലവിവിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായും തുടർന്ന് വലിയ പുക ഉയർന്നെന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെ നിർവീര്യമാക്കിയെന്നും BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ മിസൈൽ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആക്രമണമുണ്ടായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പക്ഷേ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് അപകട സൈറനുകൾ തുടർച്ചയായി മുഴങ്ങി. ജനങ്ങൾ ഭൂഗർഭ ബങ്കറുകളിൽ അഭയം തേടുകയും ചെയ്തു. ഇസ്രായേലിലെ ബെൻ ഗുരിയോൻ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ അടച്ചിടുമെന്ന് ഇസ്രായേലിൻ്റെ ഗതാഗത മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാൻ്റെ തലസ്ഥാനമായ തെഹ്റാനിൽ മാത്രം 6 സ്ഫോടനങ്ങൾ നടന്നതായി IDF അറിയിച്ചു. ഇറാൻ്റെ ആണവ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും IDF വ്യക്തമാക്കി. ഇറാൻ്റെ ഭീഷണി നേരിടുന്നതിനായി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തുടരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദീർഘനാളായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഭിന്നത തുടരുകയായിരുന്നു. വാക്പോരിനൊടുവിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അതേ നാണയത്തിൽ തന്നെ ഇറാനും തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇതോടെ സംഘർഷം കൈവിട്ട അവസ്ഥയിലാണിപ്പോൾ.